ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പരീക്ഷണമാണ് കേട്ടോ. തിരുവനന്തപുരത്ത് വന്നിട്ട് ബോൾ ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ പല വീഡിയോസ് കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് കേട്ടോ അളവെടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദ, പിന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം കേട്ടോ. മൈദ ആയതുകൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ ശ്രമിക്കണം. പിന്നെ അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറാട്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. ഇനി നമുക്ക് കുക്കറിലോട്ട് പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിനൊരു 1.25 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അത് കുറച്ച് നേരം ഒന്ന് ഊറ്റി വെച്ചിട്ട് വെള്ളമെല്ലാം കളയണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര, നമ്മൾ എത്ര ആണോ പരിപ്പെടുത്തത് അതേ അളവിൽ പഞ്ചസാര എടുക്കണം. അപ്പം ഞാൻ 1.25 കപ്പ് പരിപ്പെടുത്തുകൊണ്ട് ഞാൻ 1.25 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക, അതുപോലെ കുറച്ച് ചുക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ആ പഞ്ചസാര നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കട്ടിയായി വരുമ്പോഴത്തേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച്, അല്ലെങ്കിൽ ഒരു 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു ഉരുള മൈദ എടുത്തിട്ട് അതിനകത്തോട്ട് ഓരോ ബോൾസായിട്ട് വെച്ച് റാപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാ ബോൾസും ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കത് പരത്തിയെടുക്കാനായിട്ട്. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. ഇതിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ റെഡിയായി വരുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ അത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് നോർമലി എങ്ങനെയാണോ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് അതുപോലെ ചുട്ടെടുത്താൽ മതി. ആദ്യം കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നെയ്യ് തേച്ച് കൊടുത്തങ്ങ് റെഡിയാക്കി എടുത്താൽ മതി. വേറെ ഒന്നുമില്ല. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്ന കേട്ടോ നല്ലത്. ജാതിക്കയുടെ പൊടിയാണ് കേട്ടോ പല വീഡിയോസിലും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.